നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും. നമ്മളൊക്കെ പല കാര്യങ്ങളും പല വിഷയങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഏത് രീതിയിലും രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമ്മൾ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് വേറൊരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് വേറൊന്നുമല്ല, 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ രീതിയിൽ വിഷമം തോന്നി. സത്യമായൊരു കാര്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ കരയുന്നത് നമ്മളെല്ലാവരും കണ്ടുണ്ടാവും, എല്ലാ മക്കളും കണ്ടുണ്ടാവും, പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട്. എന്നാൽ അച്ഛന്മാർക്ക് കരയാൻ വേണ്ടി അറിഞ്ഞിടാത്തതുകൊണ്ടല്ല, അവർ പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാതെയും കരയാതെ ഇരിക്കുന്നത് തൻ്റെ കുടുംബം നശിച്ചു പോകും അല്ലെങ്കിൽ തളർന്നു പോകും എന്നോർത്ത് മാത്രമാണ് അതൊക്കെ മനസ്സിലൊതുക്കി അവർ കരയാതിരിക്കുന്നത്. എന്നാൽ സമൂഹത്തിൽ കരയുന്ന അച്ഛന്മാരും ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ആ വ്യക്തി ഭയങ്കരമായ രീതിയിൽ വിങ്ങിപ്പൊട്ടി കരയുകയാണ്, ഭയങ്കരമായ രീതിയിൽ കരയുകയാണ്. അത് കണ്ടപ്പം എൻ്റെ മനസ്സിലും ഒരു സ്പാർക്കുണ്ടായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനത് കാര്യം നിങ്ങളോട് ഇപ്പോഴും പറയുന്നത്. ആ പിതാവ് പറയുന്ന കാര്യം വേറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനും കുടുംബത്തിനും സംഭവിച്ചു പോയ ഒരു വിപത്ത്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത്. ഇന്ന് ആ സുഹൃത്തും കുടുംബവും ജീവനോടെ ഇല്ല. ആ സുഹൃത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഏക മകനാണ്. ആ മകന് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് അച്ഛനും അമ്മയും വളർത്തിയത്. അപ്പോൾ പല കാര്യങ്ങളും സഹായിച്ചു കൊടുത്തു. അവസാനമായി 18-19 വയസ്സിൽ ആ മകന് വേണ്ടത് ഒരു 2 വീലറാണ്, ഒരു ബൈക്ക്. അപ്പോൾ ആ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചപ്പം തൻ്റെ ഭാര്യ അറിയാതെ ആ അച്ഛൻ എന്ത് ചെയ്തു, അത് മേടിച്ചു കൊടുത്തു മകന്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ആ മകൻ വണ്ടി എടുത്ത് പുറത്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പം അറിഞ്ഞത് ആ മകൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ മരണ വാർത്ത അറിഞ്ഞ ഉടനെ അമ്മമാരല്ലേ, ഇത് കേട്ട ഉടനെ ഹൃദയവേദന കാരണം ആ അമ്മ മരിച്ചു. മകൻ മരിച്ചു, ഭാര്യ മരിച്ചു, ഇനി താൻ ഏകനായി, ഇനി തൻ്റെ കുടുംബം ഇല്ല. ഇതോർത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു മരണ ലെറ്റർ എഴുതി വെച്ചിട്ട് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. ആ മരണ ലെറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തൻ്റെ മകന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു. അവസാനം 2 വീലർ വേണമെന്ന് പറഞ്ഞ് അവന് ശാഠ്യം പിടിച്ചപ്പോൾ അദ്ദേഹം അതും സഹായിച്ചു കൊടുത്തു. താൻ കാരണമാണ് തൻ്റെ മകൻ മരിച്ചത്. ഇതോർത്ത് തൻ്റെ ഭാര്യയും മരിച്ചു. ഇനി താനായിട്ട് എന്തിനാണ് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് എന്ന് എഴുതി വെച്ച് തൻ്റെ മരണത്തിൽ യാതൊരു ഉത്തരവാദിയുമില്ല, അദ്ദേഹം സ്വന്തമായി തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇത് പറയുമ്പോഴും ഈ മനുഷ്യൻ ഭയങ്കരമായ രീതിയിൽ കരയുകയാണ്. കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഭയങ്കരമായ രീതിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ ഒരു വേദന അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, തങ്ങളുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ വളർത്തി വലുതാക്കുമ്പം പല കാര്യങ്ങളും ചോദിച്ച് കിട്ടാതാകുമ്പം മക്കൾ ഭയങ്കരമായി റിയാക്ട് ചെയ്യും. തൻ്റെ ജീവൻ കൊടുത്ത് കാത്തു പരിപാലിച്ച് വളർത്തിയ മക്കളുടെ വായിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പം ഭയങ്കരമായ രീതിയിൽ വേദന ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് ആ ഒരു വേദന അദ്ദേഹം അനുഭവിക്കുന്നത് കൊണ്ടാകാം അദ്ദേഹം ആ ഒരു വീഡിയോ ഇടുമ്പോഴും ഭയങ്കരമായ രീതിയിൽ കരയുന്നത്. ഇത് കാണുന്തോറും എനിക്കും ഭയങ്കര വിഷമമുണ്ടായി. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു കാലഘട്ടത്തിലെ മാതാപിതാക്കൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെ വേണം അവർ വളരാനുള്ളത്. ആഹാരത്തിൻ്റെ കാര്യമായിരുന്നാലും കാശിൻ്റെ വിലയായിരുന്നാലും അവർ എല്ലാം മനസ്സിലാക്കണം. ആ കാശ് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെട്ടാണ് അത് സമ്പാദിക്കുന്നതെന്നും, ആഹാരം കിട്ടാതെ ഒരുപാട് മക്കളുണ്ട്, വിശപ്പ് സഹിച്ച് വളരുന്ന മക്കളുണ്ട്. അതേപോലെ ആ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കി മക്കളും വളരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇതൊക്കെ നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിലൊക്കെ ഇനി അറിഞ്ഞു വളരണം. ഇതൊന്നും നമ്മൾ അനുഭവിച്ച വേദന അവരനുഭവിക്കാൻ പാടില്ല എന്ന് ഓർത്ത് നമ്മളെ വളർത്തുമ്പം ഇതിനെയും കാട്ടി വലിയൊരു ആപത്ത് നമ്മളെ തേടി ഇരിക്കുന്നു എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ കാര്യം പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം, ഓരോരോ ഇഷ്ടം. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം. അതും കൂടെ ആകുമ്പോഴേ ഇതിലൊരു
നമുക്കൊരു പൂർത്തീകരണം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദുരന്തം നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത്. കാരണം എൻ്റെ കൂട്ടുകാരനല്ല, അവനെൻ്റെ കൂടപ്പുറപ്പാണ്. നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പന്മാർ, ചില അപ്പന്മാർ കഷ്ടപ്പെടണത്. കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ. അപ്പോൾ ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവനൊരു ബൈക്ക് വേണം, 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് വേണം. അപ്പം കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട്, മേടിച്ച് തരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയൊക്കെ മേടിച്ച് ഇവന് ഒരു എന്തോ 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ച് കൊടുത്ത് ഇവൻ ആ ബൈക്കിൽ കയറി റോക്കറ്റ് പോകണ മാതിരി റോട്ടിയിട്ടങ്ങ് പോയിട്ട് ഒരു ബസ്സിൻ്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണ മാതിരി അവനങ്ങ് പൊട്ടി. അവൻ്റെ സൂക്കേടും തീർന്നു. ഈ മരണവാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി. ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞരമ്പ് പൊട്ടി, അമ്മയും തീർന്നു. ഈ ദുഃഖവാർത്ത അപ്പനറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീറി ഒരു കത്തെഴുതി വച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്ത്. കത്തിലെന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ? അവൻ കാരണമാണ് അവൻ്റെ മോൻ മരിക്കാൻ കാര്യമൊന്നും. ശരിയല്ലേ? നമ്മൾ മക്കളെ പട്ടിണി എന്താണെന്നോ ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താണെന്നൊന്നും നമ്മൾ അറിയിക്കുന്നില്ല. അതാണ് തെറ്റ്. മറിച്ച് 2 ദിവസമെങ്കിലും ഈ മക്കളെ പട്ടിണിക്കിട്ടിട്ട് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് അവർ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നമ്മളെ അവർ ഓർത്താനെ. നമ്മൾ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവമാണ്. അമ്മ മക്കളെ പഠിപ്പിക്കണമെന്നേ. അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ച് ഇവർക്ക് വണ്ടിക്കളനെ കൂട്ട് പണിയെടുത്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ തെറ്റാന്നേ, നമ്മളിങ്ങനെ തെറ്റാ. കരച്ചിലും മണ്ണുണ്ട്, തെറ്റാ. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞ ഈ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. അന്ന് നാഴി കഞ്ഞിവെള്ളം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വിശപ്പ് അടക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, കപ്പ, ആഞ്ഞിലിപ്പഴം, കൊട്ടങ്ങാപ്പഴമൊക്കെ വയറ് നിറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത്. അന്ന് ഞങ്ങളുടെ പെരേ കോലപ്പെരയാട്ടോ. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്ത് വീഴും. അത്രയ്ക്ക് ചോർച്ച. അത്രയ്ക്ക് ചോർച്ചയാ. നിങ്ങൾക്ക് അതറിയില്ല. പല രാത്രികളിലും മഴ ഞങ്ങൾ ഉറക്കിയിട്ടില്ല. ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് വരണ്ടാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങളറിയില്ലല്ലോ, നിങ്ങളൊന്നും അറിയണില്ല. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്ക് പറയാനുള്ളത്.